നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ LDF സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ പ്രതീക്ഷകളും അതോടൊപ്പം തന്നെ ഏത് തരത്തിലാണ് വിലയിരുത്തലുകൾ എന്നുള്ളതാണ് പലതരത്തിലേക്ക് വിഷയങ്ങളെല്ലാം മാറി മറിഞ്ഞു. പക്ഷെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായിട്ട് ഇതിൽ നിൽക്കുന്നത് വർഗീയ വാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. വല്ലാതെ എത്രത്തോളം ഭൂഷണമാണ് ഒരു തെരഞ്ഞെടുപ്പിനെന്നുള്ളൊരു ചോദ്യമൊക്കെയുണ്ട്. അങ്ങനെ മുഴുവൻ ഇതിന്റെ ഒരു പ്ലാറ്റ്ഫോം അങ്ങ് മാറിയോ കുറച്ച് സമയമായിട്ട് പ്രചാരണം? അതങ്ങനെ മാറ്റാനാവില്ല. കാരണം തുടക്കം മുതൽ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിരുന്നു, ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഉപതെരഞ്ഞെടുപ്പിലെന്നല്ല ഏത് തെരഞ്ഞെടുപ്പിലും ജനാധിപത്യ സമൂഹം ചർച്ച ചെയ്യേണ്ടത് ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. നാടിന്റെ വികസന സാധ്യതകൾ, വികസന പ്രശ്നങ്ങൾ, ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രത്യേക പ്രശ്നങ്ങൾ. നിലമ്പൂർ പോലെ ഒരു മേഖലയാവുമ്പോൾ സ്വാഭാവികമായും മലയോര ജനതയുടെ ജീവിതത്തിൽ ഇപ്പോൾ ഭീഷണിയായിട്ടുള്ള വന്യജീവി പ്രശ്നം വരും. അതിന്റെ നിയമത്തെ സംബന്ധിച്ചും അതിന്റെ ഭേദഗതിയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ വരും. നിലമ്പൂരിന്റെ വികസന സാധ്യതകൾ, അതിപ്പോഴും ആ വികസന സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുകയാണ് വേണ്ടത്. ഞങ്ങൾ അതിലാണ് ഊന്നാൻ ശ്രമിക്കുന്നത്. LDF സ്ഥാനാർത്ഥി പര്യടന വേളയിൽ ഇപ്പോൾ എല്ലാ മണ്ഡലത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഞങ്ങളുടെ ആദ്യഘട്ട പ്രചരണ പരിപാടി കഴിഞ്ഞു. എല്ലായിടത്തും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങളാണ്. എന്നാൽ നിർഭാഗ്യവശാൽ വർഗീയമായ ചേരിതിരിവിലേക്ക് സമൂഹത്തെ നയിക്കുന്ന, വിദ്വേഷം വമിക്കുന്ന, അത്തരത്തിൽ വർഗീയ ധ്രുവീകരണത്തിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഹീനമായ ഒരു നീക്കം ചില കോണുകളിൽ നിന്നും നടക്കുന്നുണ്ട്. ഞങ്ങൾ അതിനെ ചൂണ്ടിക്കാണിക്കുകയും തള്ളിപ്പറയുകയും ചെയ്തിട്ടുള്ളതാണ്. അതിൽ നിന്ന് പിന്മാറണം. അത് നമ്മുടെ സമൂഹത്തെ പരിക്കേൽപ്പിക്കുന്നതാണ്. അതൊരു ഹീനമായ നീക്കമാണ്, ജനാധിപത്യത്തിന് അന്യമാണ്. ഇത് ഞങ്ങൾ തുറന്നു പറയും. പക്ഷെ ഒരിക്കലും അതിന് മറുപടിയായി ആ പാത ഞങ്ങൾ സ്വീകരിക്കുകയുമില്ല. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറച്ച നിലപാടാണുള്ളത്. ഇതിനകത്ത് പക്ഷേ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമാണ് ഇതിനെല്ലാം തുടക്കമിട്ടതെന്ന് പറയുന്ന ഒരു UDFന്റെ ഒരു സ്റ്റാൻഡുണ്ട്. ഇന്നലെ KC വേണുഗോപാൽ പറയുന്നു ഇത് ഇന്നാണ് അവസാന ദിവസം, മുഖ്യമന്ത്രിക്ക് മാപ്പ് ചോദിക്കാൻ കഴിയുന്ന അവസാന ദിവസം, അങ്ങനെ തിരുത്തു എന്ന് പറയുന്നത്. അദ്ദേഹമാണോ ഇതൊക്കെ തീരുമാനിക്കുന്ന ഒരാൾ? എപ്പോഴാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് മലപ്പുറത്തെക്കുറിച്ച്? എത്രയോ മാസങ്ങൾക്ക് മുൻപ് ഒരു ലേഖനത്തെ വിവാദമാക്കാൻ ശ്രമിച്ചു. അത് മുഖ്യമന്ത്രി അന്ന് വിശദീകരിച്ചു. അത് പ്രസിദ്ധീകരിച്ച മാധ്യമവും പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അതോടുകൂടി ആ പ്രശ്നം അവിടെ കഴിഞ്ഞു. ദുർവ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകിയേക്കും എന്ന് സംശയിക്കുന്ന ഒരു വാചകം അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളതല്ല എന്ന് മുഖ്യമന്ത്രിയും തെറ്റായി അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള മാധ്യമവും വ്യക്തമാക്കി കഴിഞ്ഞു. പിന്നെ അതോടുകൂടി ആ വിഷയമേ അപ്രസക്തമായി കഴിഞ്ഞു. അതിൽ വ്യക്തത കൈവന്നു. പിന്നെ മാസങ്ങൾക്ക് ശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിവാദം കൊണ്ടുവരികയാണ്. അതാണ് ഞങ്ങൾ പറഞ്ഞത്, മലപ്പുറം ജില്ലാ രൂപീകരണത്തെ മുളയിലേ നുള്ളിക്കളയാൻ ശ്രമിച്ച, വർഗീയ പ്രചരണം നടത്തിയ, മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിനെതിരെ വഴിക്കടവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കാൽനടജാഥ നടത്തിയ ആ കുറ്റബോധത്തിൽ നിന്നായിരിക്കും ഒരുപക്ഷെ മലപ്പുറത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മലപ്പുറത്തിന്റെ ശത്രുക്കൾ എന്ന് ചരിത്രം വിലയിരുത്തിയിട്ടുള്ളത് ജനസംഘത്തെയും കോൺഗ്രസിനെയുമാണ്. മലപ്പുറത്തിന്റെ ശത്രുക്കൾ. കാരണം മലപ്പുറം ജില്ലാ രൂപീകരണത്തെ അത്ര ശക്തമായി എതിർക്കുകയും പ്രചാരണം നടത്തുകയും വർഗീയ പ്രചാരണം നടത്തുകയും ചെയ്തവരാണ് ഈ വിഭാഗം. അപ്പൊ ആ കുറ്റബോധം വേട്ടയാടുന്നതിൽ നിന്നൊരു പക്ഷെ അത് ഏറ്റുപറയാനും മാപ്പ് പറയാനുമുള്ള മടികൊണ്ട് ഇങ്ങനെ പറയുന്നതായിരിക്കാം. മാപ്പ് പറയേണ്ടത് കോൺഗ്രസാണ്. മാപ്പ് പറയേണ്ടത് ജനസംഘമാണ്. അവരാണ് ഈ നാടിനോട്, ഈ ജനതയോട് കൊടിയ പാതകം ചെയ്തിട്ടുള്ളത്. അത് ചരിത്രത്തിന്റെ ഭാഗമാണ്, അത് ചരിത്രത്തിന്റെ ഭാഗവുമാണ്. ആശാ വർക്കർമാരുടെ സമരം നിലമ്പൂരിലേക്ക് കൊണ്ടുവരിക, ഞങ്ങൾ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യില്ല എന്ന് അവര് പറയുക, രാഷ്ട്രീയ പ്രേരിതമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറയുമ്പോൾ ഇത് പാർട്ടി സാധാരണക്കാരെ മനസ്സിലാക്കാൻ ഇപ്പോഴും പരാജയപ്പെട്ടു പോകുന്നല്ലോ CPM എന്നൊക്കെയുള്ള പ്രതികരണമൊക്കെ കോൺഗ്രസ് നേതാക്കന്മാർ. കോൺഗ്രസ് അതിനെ കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട. സത്യത്തിൽ ഈ ഒരു വിഷയം വന്നത് നന്നായി എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊന്നുകൊണ്ടുമല്ല. ആശാ വർക്കർമാർ നിലമ്പൂരിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരെ പ്രചരണം നടത്തുമെന്നത് വലിയ വാർത്താ പ്രാധാന്യം നേടി. ഞങ്ങളാവട്ടെ ആശമാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നവരാണ്. സമൂഹത്തിന്റെ സ്വത്താണ് ആശമാർ. അവരുടെ സേവനം വിലമതിക്കാനാവാത്തതാണ്. അവരിന് മതിയായ വേതനമൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. അവരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. അപ്പോൾ തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകൾ അവർക്ക് വരും, മിനിമം വേജ് വരും. ഇപ്പോ അവർ കൈപ്പറ്റുന്ന ഓണറേറിയത്തിന്റെയും ഇൻസെന്റീവിന്റെയും ഒക്കെ പല മടങ്ങ് ലഭിച്ചാലും അധികമാവില്ല. അവർ നമ്മുടെ സഹോദരിമാരാണ്. അവർ ഈ സമൂഹത്തിന്റെ സമ്പത്തുമാണ്. അവരോട് അങ്ങേയറ്റത്തെ ഐക്യദാർഢ്യവുമാണ്. 2016 അധികാരത്തിൽ LDF വരുമ്പോൾ 1000 രൂപയാണ് ഓണറേറിയം. ഒരു ആശാവർക്കറുടെ ഓണറേറിയം 1000 രൂപയാണ്. ഇന്ന് ആ ഓണറേറിയം 7000 രൂപയാണ്.
7 ഇരട്ടിയായി അത് വർദ്ധിപ്പിച്ചത് ഇടതുപക്ഷമാണ്. 1000-ത്തെ 7000 ആക്കിയത് ഇടതുപക്ഷമാണ്. ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചുകൊണ്ടുവന്നത്. ഇനിയും എത്രയോ വർദ്ധിപ്പിക്കണം. സത്യത്തിൽ ഇനിയും വർദ്ധിപ്പിക്കും. 7 ഇരട്ടിയായി വർദ്ധിപ്പിച്ചവർക്ക് 8 ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ ആരുടെ ശുപാർശ വേണ്ട. ഞങ്ങൾ വർദ്ധിപ്പിക്കും. കൂടുതലായി അവരുടെ സേവനത്തെ വിലമതിക്കും, മാനിക്കും. പക്ഷെ സംസ്ഥാനത്തിന്റെ ധനലഭ്യതയുമായി കൂടി ബന്ധപ്പെട്ടെടുക്കേണ്ട തീരുമാനമാണ്. എന്തായാലും വർദ്ധിപ്പിച്ചേ തീരൂ. അപ്പൊ ഇങ്ങനെയെല്ലാം നിലപാട് സ്വീകരിക്കുമ്പോൾ ആശമാരുടെ കൂടി മുന്നണിയാണ് ഇടതുമുന്നണി. അപ്പൊ പിന്നെ ആശമാർ നമുക്കെതിരെ പ്രചരണം നടത്തുമോ എന്നത് ഞാൻ തന്നെ ചിന്തിച്ചിരുന്നു. പിന്നെയാണ് കാര്യം വ്യക്തമായിട്ടുള്ളത്. ആശമാരുടെ പേരിലാണ് പ്രചരണം. അത് UDF വേണ്ടി SUCI അവരിനി അസോസിയേറ്റ് ഘടകകക്ഷിയാകാൻ ശ്രമിക്കുന്നുണ്ടോ എന്നറിയില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഞാൻ ആരോടൊന്നും ഉന്നയിക്കുന്നില്ല, ഞാനൊരു സംശയം പ്രകടിപ്പിച്ചതാണ്. അവര് UDF വേണ്ടി ഒരു പ്രചരണം നടത്തുകയാണ്. UDF ഒരു വിങ് പ്രചരണം നടത്തുകയാണ്. അതിൽ ആശാവർക്കർമാർ ഒന്നുമില്ല. പക്ഷേ ഈ പ്രചരണം വന്നപ്പോൾ കേരളത്തിന്റെ പല ഭാഗത്തുള്ള ആശാവർക്കർമാർ ഇവിടെ സംഘടിച്ചെത്തി. ഇന്നലെ LDF ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ നിന്ന് 100 കണക്കിന് ആശമാർ വന്ന് എന്നെ പരിചയപ്പെടുകയുണ്ടായി. എന്നോടൊപ്പം നിന്ന് അവർ ചിത്രമൊക്കെ എടുക്കുകയുണ്ടായി. അപ്പൊ പല ഭാഗത്തുനിന്നും അവർ വന്നു. അവർ LDF വേണ്ടി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതായത് യഥാർത്ഥ ആശമാര് നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥിക്കൊപ്പം പ്രചാരണം നടത്തുകയാണ്. ഒരു സംശയമില്ല. ഇന്നലെ എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും അതത് പ്രദേശത്തെ ആശമാരുണ്ടായിരുന്നു. സംഘടിച്ചെത്തിയ ആശമാർ നിലമ്പൂരില് ഞങ്ങളുടെ ഒരു ചെറിയ കുഞ്ഞാലിയുടെ ചിത്രം അനാച്ഛാദനം ചെയ്യുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അതിന് പോയപ്പോൾ അവിടെ വെച്ച് വന്ന് കാണുകയും വലിയ ആഹ്ലാദത്തിൽ ഇടതുപക്ഷ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന കാര്യം അവർ പറയുകയും ചെയ്തു. ഏതായാലും ഇങ്ങനെ ഒരു പ്രചാരവേല നടത്തിയതുകൊണ്ട് ആശമാരുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം ഇടതുപക്ഷത്തിന് അനുകൂലമായി നടന്നു എന്നതിൽ ഞങ്ങൾക്ക് നല്ല ആഹ്ലാദമുണ്ട്. കഴിയുമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും UDF ചെയ്യണം എന്നാണ് എന്റെ അഭ്യർത്ഥന. അത് നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടട്ടെ. 1000 രൂപ മാത്രം കൊടുത്ത് അവരെ നരകിപ്പിച്ചതാരാണെന്നും അത് 7 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചതാരാണെന്നും ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാതെ അവരെ ഇപ്പോഴും ദ്രോഹിക്കുന്നതാരാണെന്നും തൊഴിലാളികളായി അംഗീകരിക്കാതെ അവരെ വളണ്ടിയേഴ്സായി മാത്രം പരിഗണിച്ച് മനുഷ്യരായി പോലും അംഗീകരിക്കാത്തത് ആരാണെന്നും ഒക്കെ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. ആ ചർച്ചകളൊക്കെ നടക്കട്ടെ. ഞാൻ ഒരു ലൈറ്റായിട്ട് ഒന്ന് ചോദിച്ചേക്കാം. UDF സംബന്ധിച്ചിടത്തോളം 10 തൊട്ട് 20,000 വോട്ട് വരെ ഭൂരിപക്ഷം എന്നുള്ളൊരു വിലയിരുത്തലൊക്കെ ഇന്നലെ വരുന്നു. ഞങ്ങളുടെ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിക്ക് എത്ര പ്രഭാവം ഉണ്ടെങ്കിലും ഞങ്ങളുടെ ആ വോട്ട് പോകില്ലല്ലോ എന്നുള്ളൊരു അഭിപ്രായമൊക്കെ UDF നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ അത് കവർ ചെയ്തുകൊണ്ട് ആ പ്രചാരണം ശരിക്കും എത്ര ആത്മവിശ്വാസമുണ്ട്? പൂർണ്ണമായ ആത്മവിശ്വാസം. അത് LDF സ്ഥാനാർത്ഥിയുടെ പ്രഭാവം എന്നൊന്നും കൊണ്ടല്ല. എനിക്കങ്ങനെ പ്രത്യേക പ്രഭാവമുള്ള ആളൊന്നും അല്ല ഞാൻ. നമ്മളും എല്ലാവരും എല്ലാ സ്ഥാനാർത്ഥികളും ഒക്കെ ഒരേപോലെയാണ്. ഇവിടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം ഒന്ന് കേരളത്തിൽ ഈ സമീപകാലത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. വലിയ മാറ്റങ്ങൾ വന്നു. അത് ജനങ്ങൾ അനുഭവിക്കുന്നു. ഇപ്പോ നമുക്ക് എന്ത് വേണമെങ്കിലും ഒരു യോഗത്തിൽ പ്രസംഗിക്കാം, ജനങ്ങളോട് പ്രസംഗിക്കാം. പക്ഷെ നമ്മൾ തെറ്റായ ഒരു കാര്യം പ്രസംഗിച്ചാൽ അത് കേൾക്കുന്നവരുടെ അനുഭവങ്ങൾ അവരുടെ മനസ്സിൽ അവരോട് പറയും അത് തെറ്റാണെന്ന്. അവരുടെ അനുഭവങ്ങളാണ് വഴികാട്ടുക. അപ്പൊ ഞാൻ പലപ്പോഴും ഈ യോഗങ്ങളിലെല്ലാം അത്തരം കാര്യങ്ങളാണ് ഇപ്പൊ പവർ കട്ടില്ല, നമ്മളത് പറയുമ്പോൾ ജനങ്ങൾ അനുഭവിക്കുകയാണ്. മുൻപ് പവർ കട്ട് ഓരോ വീട്ടിലും മെഴുകുതിരിയും മണ്ണെണ്ണ വിളക്കും ഒക്കെ വെച്ച് കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലം പോയി. അപ്പൊ അതവരുടെ ഒരു അനുഭവമാണ്. പെൻഷൻ കിട്ടുന്നു, ലൈഫിൽ വീട് കിട്ടുന്നു, സ്കൂളിലേക്ക് പോകുന്ന കുട്ടിക്ക് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പുസ്തകം കിട്ടുന്നു. പണ്ട് പരീക്ഷയ്ക്കും പുസ്തകം കിട്ടാതെ പെൻഷനിൽ നല്ല രീതിയിൽ ആ ചർച്ച ചെയ്യപ്പെടട്ടെ, കണ്ണു തുറക്കട്ടെ LDF എന്നൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അവരെന്താ ഉദ്ദേശിച്ചത്. കാരണം ഇപ്പോ 1600 രൂപ പ്രതിമാസ പെൻഷൻ കൊടുക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. അത് 2500 വർദ്ധിപ്പിക്കണമെന്നാണ് ആഗ്രഹം. അതിന് തടസ്സം കേരളത്തോടുള്ള സാമ്പത്തിക സമീപനമാണ്. പക്ഷെ UDF ആക്ഷേപിച്ചത് കൈക്കൂലിയാണെന്നാണ്. UDFന്റെ തന്നെ മുതിർന്നൊരു നേതാവ് ഇപ്പോഴല്ല കുറച്ചു മുൻപ് പറഞ്ഞിരുന്നു അവർ അധികാരത്തിൽ വന്ന ഇതൊക്കെ അവസാനിപ്പിക്കും, ഇതൊക്കെ പാഴ്ചെലവാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ സമീപനങ്ങളൊക്കെ വ്യക്തമാണ്. ഞാൻ പറയുന്നത് LDF ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം ജനങ്ങൾ അവരുടെ അനുഭവങ്ങളിൽ നിന്നും ഇടതുപക്ഷത്തോട് പുലർത്തുന്ന ആഭിമുഖ്യമാണ്, അനുഭവമാണ്. അത് നാട്ടിലെങ്ങും പ്രകടമാണ്. ഞങ്ങളുടെ സ്വീകരണ കേന്ദ്രങ്ങളിൽ ആ പ്രതീക്ഷയിൽ കവിഞ്ഞ പിന്തുണ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് പ്രകടമാണ്. അതുകൊണ്ട് സമ്പൂർണമായ ആത്മവിശ്വാസം ഈ നിലമ്പൂരിൽ LDFന് മികച്ച വിജയം, തിളക്കമാർന്ന വിജയം ജനങ്ങൾ നൽകും എന്ന് പൂർണ്ണമായ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. നന്ദി സ്വരാജ്.